വെൽക്കം ടു ദ പാസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഒരു മിഡീവൽ കാലഘട്ടം ആരംഭിക്കുന്നത് ഏകദേശം ഈ ഡൽഹി സുൽത്താനേറ്റോട് കൂടിയൊക്കെയാണ്. അതിന് മുന്നേ ഉള്ള ഡൈനാസ്റ്റികളൊക്കെ റീജിയണൽ ഡൈനാസ്റ്റികളായിട്ട് അല്ലെങ്കിൽ ഏർലി മിഡീവൽ പീരീഡ് ആയിട്ടൊക്കെ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഏകദേശം ഇപ്പോൾ ഒരു ഡൽഹി സുൽത്താനേറ്റ് ഒരു കാലഘട്ടം മുതലാണ് ഇന്ത്യയുടെ ഒരു മിഡീവൽ കാലഘട്ടം എന്നത്. 1206 മുതൽ ഏകദേശം 1576 വരെയുള്ളതായിരുന്നു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒരു ഭരണകാലഘട്ടം എന്നത്. ഇതിന് ശേഷമാണ് ഇന്ത്യയിൽ മുഗൾസ് കടന്നു വരുന്നത്. സ്ലേവ് ഡൈനാസ്റ്റി മുതൽ ലോധി ഡൈനാസ്റ്റി വരെയുള്ളതായിരുന്നു ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഡൈനാസ്റ്റികൾ എന്നത്. സ്ലേവ് ഡൈനാസ്റ്റി, അതിനുശേഷം ഖിൽജി ഡൈനാസ്റ്റി, പിന്നീട് തുഗ്ലക് ഡൈനാസ്റ്റി, അതിനുശേഷം സെയ്ദ്, പിന്നീട് ലോധി, അങ്ങനെ 5 രാജവംശങ്ങൾ ചേർന്നിട്ടുള്ളതായിരുന്നു ഈ ഡൽഹി സുൽത്താനേറ്റ്. ഇതിൽ തന്നെ ഏറ്റവും ആദ്യത്തേതാണ് സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ രാജവംശം എന്നത്. അടിമകളായിട്ടുള്ളവരായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇവിടെ ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അടിമ രാജവംശം അഥവാ സ്ലേവ് ഡൈനാസ്റ്റി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് ഓഫ് ഗോറിയുടെ അടിമയായിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്കാണ് ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിന് ഒരു അടിത്തറ പാകുന്നത്. ഘോറിയുടെ മരണശേഷം സുൽത്താൻ എന്നൊരു ടൈറ്റിൽ സ്വീകരിച്ചുകൊണ്ട് ലാഹോർ അദ്ദേഹം ക്യാപിറ്റലായി എടുക്കുകയും ഡൽഹിയിൽ സുൽത്താനേറ്റിന് രൂപം നൽകുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനൊരു ഉദാര മനസ്കത കൊണ്ട് കുത്തബുദ്ദീൻ ഐബക്ക് അറിയപ്പെട്ടിരുന്നത് ലാക് ബക്ഷ് എന്നായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മോസ്ക് ആയിട്ടുള്ള ഖുവാവത്തുൽ ഇസ്ലാം പണി കഴിപ്പിക്കുന്നതും ഈ കുത്തബുദ്ദീൻ ഐബക്കാണ്. നമ്മൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിക്കുന്നതും ഈ ഐബക്ക് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ഇൽത്തുമിഷാണ് കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. സൂഫി സെയിൻ്റായിട്ടുള്ള ഖ്വാജ കുത്തബുദ്ദീൻ ബക്തിയാർ ഖാക്കിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഐബക്ക് കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിക്കുന്നത്. 1210 അദ്ദേഹം ഹോഴ്സ് പോളോ കളിക്കുന്നതിനിടയിൽ അതിദാരുണമായി കുതിരപ്പുറത്തുനിന്ന് വീണിട്ടാണ് ഈ ഐബക്ക് മരണപ്പെടുന്നത്. ഐബക്കിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആരാം ഷായും പിന്നീട് ഇൽത്തുമിഷും അതിനുശേഷം റസിയ സുൽത്താനയും ഒക്കെ ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സുൽത്താൻമാരായിട്ട് വരുന്നുണ്ട്. അവരെക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം.